ഏകസ്ഥാനത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ആത്മീയതയും ശരീരശാസ്ത്രവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണിത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ആ സ്ഥലത്തെയാണ് ആജ്ഞാചക്രം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തിന്റെയും ഉൾക്കാഴ്ചയുടെയുമൊക്കെ കേന്ദ്രം. അതിനെ മൂന്നാം കണ്ണ് അഥവാ തൃക്കണ്ണ് എന്നും പറയാറുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ആത്മീയമായി ഇതിനെ ആജ്ഞാചക്രം എന്ന് പറയുന്നു. എന്നാൽ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഈയൊരു പോയിന്റിന് തൊട്ടുപിന്നിൽ എന്താണുള്ളത്? ഇവിടെയാണ് ശാസ്ത്രവും വിശ്വാസവും ഒരുമിച്ച് വരുന്നത്. പുരാതന വിശ്വാസപ്രകാരം ആജ്ഞാചക്രം എന്ന് പറയുന്ന അതേ സ്ഥാനം ആധുനിക അനാറ്റമി അനുസരിച്ച് പീനിയൽ ഗ്രന്ഥിയുടെ അടുത്താണ് വരുന്നത്. അതിലുപരിയായി ചൈനീസ് ചികിത്സാശാസ്ത്രം അനുസരിച്ച് അതൊരു പ്രധാനപ്പെട്ട അക്യുപ്രഷർ പോയിന്റ് കൂടിയാണ്. നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു പോയിന്റ്. അപ്പോ കാര്യമെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചന്ദനം പുരട്ടുമ്പോൾ ആ ഒരു ചെറിയ മർദ്ദം കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഒരു തരം അക്യുപ്രഷർ ചികിത്സ ചെയ്യുകയാണ്. ഇൻ ഡാങ് പോയിന്റ് എന്ന് ശാസ്ത്രീയമായി വിളിക്കുന്ന ഈ ഭാഗത്തെ ചെറിയ ഉത്തേജനം പോലും ഉത്കണ്ഠ കുറയ്ക്കാനും മനസ്സിന് സമാധാനം നൽകാനും സഹായിക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ പോയിന്റിലേക്ക് കടക്കാം. ചന്ദനത്തെ ഒരു ശുദ്ധീകരണ വസ്തുവായും കാണാറുണ്ട്, അല്ലെ? ഒരു പുണ്യകർമ്മം എന്നതിലുപരി അതൊരു സൂക്ഷ്മമായ പ്രതിരോധ കവചം കൂടിയാണോ? നമുക്ക് നോക്കാം. പണ്ടുമുതലേ നമ്മുടെ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയ്ക്കു മുമ്പ് ശരീരം ശുദ്ധീകരിക്കാനും മനസ്സിനെ ഒരുക്കാനും ചന്ദനം ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ആ ഒരു ശുദ്ധിയാണ് പ്രധാന കാരണം. വീണ്ടും നമുക്ക് ശാസ്ത്രത്തിന്റെ സഹായം തേടാം. ഈ പറയുന്ന ശുദ്ധിക്ക്, അതായത് ചന്ദനം ഒരു സംരക്ഷണ കവചം തീർക്കുന്നു എന്നതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ? ഉത്തരം തീർച്ചയായും ഉണ്ട് എന്നാണ്. ചന്ദനത്തിന് ശക്തമായ ആന്റിമൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. അതായത് ചർമ്മത്തിലെ ബാക്ടീരിയകളെയും ഫംഗസുകളെയുമൊക്കെ അത് നശിപ്പിക്കും. അതുപോലെ ചർമ്മത്തിലെ ചൊറിച്ചിലും ചുവപ്പും കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അണുബാധ തടയുന്ന ആന്റിസെപ്റ്റിക് ഗുണങ്ങളും ഇതിനുണ്ട്. ചുരുക്കത്തിൽ ആ ശുദ്ധിയുടെ കവചം എന്നത് വെറുമൊരു സങ്കല്പമല്ല, മറിച്ച് സൂക്ഷ്മതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ പ്രതിരോധം തന്നെയാണ്. അപ്പോ കാര്യങ്ങൾ വ്യക്തമല്ലേ? തലമുറകളായി കൈമാറി വന്ന വളരെ ലളിതമെന്ന് നമ്മൾ കരുതുന്ന ഈ ആചാരത്തിന് പിന്നിൽ എത്ര വ്യക്തവും ശക്തവുമായ ബയോകെമിക്കൽ കാരണങ്ങളാണുള്ളതെന്ന് നോക്കൂ. ഈയൊരു സ്ലൈഡ് നമ്മൾ ഇതുവരെ സംസാരിച്ചതെല്ലാം വളരെ ലളിതമായി സംഗ്രഹിക്കുന്നു. നോക്കൂ, പരമ്പരാഗതമായി ആജ്ഞാചക്രം എന്ന് പറയുന്ന സ്ഥാനം ശാസ്ത്രീയമായി ഒരു അക്യൂപ്രഷർ പോയിന്റാണ്. പരമ്പരാഗതമായി കുളിർമ എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായി ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവുണ്ട്. ശുദ്ധി എന്ന ആശയത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓരോ അംശത്തിനും ആത്മീയമായ അർത്ഥത്തോടൊപ്പം തന്നെ വ്യക്തമായ ശാസ്ത്രീയമായ ഫലങ്ങളുമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പലപ്പോഴും നമ്മൾ വിപരീതങ്ങളായി കാണുന്ന വിശ്വാസവും ശാസ്ത്രവും ചന്ദനക്കുറിയുടെ കാര്യത്തിൽ ഒന്നായി മാറുകയാണ്. ഒന്ന് മറ്റൊന്നിനെ സാധൂകരിക്കുന്നു, പൂർണ്ണമാക്കുന്നു. ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി നൽകിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഒരുപക്ഷെ നിസ്സാരമെന്ന് കരുതുന്ന ഇതുപോലുള്ള എത്രയെത്ര പുരാതന ആചാരങ്ങൾക്കും അറിവുകൾക്കും പിന്നിൽ ശാസ്ത്രീയമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാമല്ലേ? അടുത്ത തവണ നിങ്ങളൊരു ലളിതമായ ആചാരം കാണുമ്പോൾ ഒരു നിമിഷം അതിന് പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ.